മിനീസ് വേൾഡ് യുകെയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മൾ ഇന്ന് റെസ്റ്റോറന്റ് സ്റ്റൈല് ഫിഷ് കറിയാണ് കാണാൻ പോകുന്നത്. റെസ്റ്റോറന്റ് സ്റ്റൈല് ഫിഷ് കറി എന്ന് പറഞ്ഞാൽ ഒരു ഓറഞ്ച് കളറിൽ എന്നാൽ കുറച്ച് ഒരു തിക്ക് ഗ്രേവിയുമായിട്ടുള്ള ഒരു ഫിഷ് കറിയാണ് റെസ്റ്റോറന്റിൽ നിന്നൊക്കെ നമ്മൾ കഴിക്കുന്നത്. അപ്പം നമുക്ക് ആ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം. ഓക്കെ, അപ്പം വീഡിയോയിലേക്ക് പോവാം. 1/2 കിലോ മീൻ കഷ്ണങ്ങളുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ഇതിലേക്കൊന്ന് തിരുമ്മി പിടിപ്പിച്ച് വെക്കുവാണ്. ഇത് നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള മീൻ കറിയാണല്ലോ ഇന്ന് വെക്കുന്നത്. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മീൻ കറിയും മീൻ മുളകിട്ടതും രണ്ടും രണ്ടാണ്. റെസ്റ്റോറൻറ്റിലേക്കുള്ള മീൻ കറി ഒരു ഇച്ചിരി നല്ല കൊഴുത്ത ചാറോടുകൂടി ഉള്ള ഇച്ചിരി നീണ്ട ചാറുവാ, എന്നാൽ കൊഴുപ്പും ഉണ്ട്. അപ്പോൾ അതും മീൻ മുളകിട്ടതും മീൻ വറ്റിച്ചതും രണ്ടും രണ്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മീൻ കറിയാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഉപ്പും മഞ്ഞപ്പൊടിയും ഒക്കെ പിടിപ്പിച്ച് വെച്ചത് ഇത് അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇനിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അരിഞ്ഞെടുക്കാം. അപ്പം നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള മീൻ കറിക്കുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി നമ്മളൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതൊരു 1.5 സ്പൂണോളം വെളിച്ചെണ്ണയുണ്ട്. ഇതിലേക്ക് നമുക്ക് എല്ലാം എടുത്തൊന്ന് വഴറ്റിയാണ് അത് അരച്ച് ചേർക്കുന്നത്. അപ്പൊ ഇതിലേക്ക് നമ്മൾ ആദ്യം എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഒരു 1/2 ഇഞ്ച് ഉള്ള ഒരു ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും നമുക്ക്, അതുപോലെ കുറച്ച് വെളുത്തുള്ളി, ഒരു 3 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇനിയും ഇതൊന്ന് വഴന്നു കഴിയുമ്പോൾ ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് വേണ്ടിയത്. നമുക്കൊരു 10 ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ ഒരു ചെറിയ സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് അത് ചേർക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. അതൊന്ന് വേഗം വഴലാൻ വേണ്ടി. ചെറിയ തീയിലിട്ടാണ്, മീഡിയം ഫ്ലെയിമാണ്. ഇപ്പം മീഡിയം ഫ്ലെയിമിലാണ് ഇത് വഴറ്റാൻ വെച്ചേക്കുന്നത്. ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു തക്കാളി ഇട്ട് കൊടുത്തായിരുന്നു. അതിന്റെ വീഡിയോ പിടിച്ചില്ലായിരുന്നു. അപ്പൊ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് നിങ്ങൾ ഇട്ട് കൊടുക്കണം. ഇനി അതൊന്ന് വഴന്നു വരുമ്പോ നിങ്ങൾ അതിലേക്ക് ഒരു ചെറിയ കപ്പ് തേങ്ങ തിരുമിയത് അതും കൂടെ ഇട്ട് കൊടുത്ത് ഇനി ചെറിയ തീയിലിട്ടാണ് ഇപ്പോൾ വറുത്തെടുക്കേണ്ടത്. ഇതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വന്നിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇപ്പം ഈ തേങ്ങയുടെ പച്ചമണം ഒക്കെ മാറിപ്പോയിട്ടുണ്ട്. ഇത് തേങ്ങ ഇട്ടിപ്പോ ഒരു 1.5 മിനിറ്റ് ആയേ ഉള്ളൂ. ഒരുപാട് തേങ്ങ മൂത്ത് പോകണ്ട. അപ്പൊ അത് മീൻകറിക്ക് വേറെ ടേസ്റ്റ് വരും. ഇനിയും തീ ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാൻ വെക്കാം. എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് നല്ലവണ്ണം അരച്ചെടുക്കണം. ഒട്ടും തരിയില്ലാതെ നല്ലവണ്ണം അരച്ചെടുക്കണം. അപ്പൊ നമ്മുടെ അരപ്പ് നല്ലവണ്ണം അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഒട്ടും തരിയില്ലാതെ നല്ലവണ്ണം അരച്ച് വെച്ചിട്ടുണ്ട്. ഇനിയും നമുക്ക് മറ്റൊരു പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടാവുമ്പോൾ നമുക്ക് അതിലേക്കൊരു 1.5 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനിയും അതിലേക്ക് നമുക്ക് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് മുഴുവനേ ഉള്ള ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി ആ ഉലുവയൊന്ന് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ബാക്കിയുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും എല്ലാം ഇട്ട് കൊടുക്കാം. ഉലുവ നല്ലവണ്ണം ഒന്ന് ചൂടായി പൊട്ടി വരുന്നുണ്ട്. ഉലുവ പൊട്ടി. ഇനി അതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ 4 അല്ലി വെളുത്തുള്ളി. നമ്മൾ അരച്ചപ്പോഴും വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലേക്ക് അതുപോലെ ഒരു 5 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, അല്ലെങ്കിൽ സവോള കുരുകുരാന്ന്
അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുത്ത് ഇനി അതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് നല്ല ഫ്രഷ് കറിവേപ്പിലയാണേല ഇതിനൊക്കെ നല്ല മണം വരുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ചെറിയ ഉള്ളിയുടെ കളറൊക്കെ മാറി ഒരു ഗോൾഡൻ കളർ ആകണം. അപ്പോഴാണ് ഈ കറി ഇരുന്നാലും അത് വളിച്ചു പോകാതിരിക്കണമെങ്കിൽ ചെറിയുള്ളി നല്ലവണ്ണം ഈ എണ്ണയിൽ കിടന്നൊന്ന് മൂക്കണം. ഒരുപാട് മൂത്ത് പോകല്ലേ, ഒരു ഗോൾഡൻ കളർ ആയാൽ മതി. നമ്മളുടെ ഉള്ളിയുടെ കളറൊക്കെ മാറി ഒരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മള് ഒട്ടും മല്ലിപ്പൊടി ചേർക്കുന്നില്ല. ഇതിലേക്ക് മുളക് പൊടി മാത്രം ചേർത്താൽ മതി. ഒരു 1.5 സ്പൂണ് മുളക് പൊടി ചേർത്ത് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത്. ഒട്ടും മല്ലിപ്പൊടി വേണ്ട ഈ കറിക്ക്. അപ്പൊ ഇത് മുളക് പൊടിയും ഈ മഞ്ഞൾപ്പൊടിയുടെയും ഒക്കെ പച്ചവണ്ണം ഒന്ന് മാറി കഴിയുമ്പോ നമ്മൾ ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കും. ഇനിയും ഇതിനകത്തേക്ക് നമ്മൾ നല്ല ചൂടുവെള്ളം ഒഴിച്ച് മാക്സിമം മിക്സിയുടെ ജാറിലുള്ള അരപ്പെല്ലാം നമ്മൾ എടുത്ത് ഇതിനകത്തേക്ക് ഒഴിക്കും. ഇനി ഇതെല്ലാം കൂടെ നമ്മളൊന്ന് ഇളക്കി കൊടുത്ത് നമ്മൾക്ക് എത്രയും കറിക്ക് ഗ്രേവിക്ക് കറി ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഈ കറി ഇരിക്കുമ്പോൾ ഒന്ന് കുറുകും. അപ്പൊ നമ്മൾ അതനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഇത് കുറച്ച് തിക്കായിട്ടാണ്. ഇതിലേക്ക് കുറച്ചുകൂടി ഞാൻ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയും ഇതിലേക്ക് നമ്മൾ ഒരു വലിയ പുളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത് ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് ഇതൊന്ന് അരിയാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ഞാൻ 1/2 സ്പൂണ് ഉപ്പും കൂടി ഇട്ടാണ് വെച്ചത്. ഞാൻ എപ്പോഴും പുളി വെള്ളം ഒഴിച്ച് വെക്കുമ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർക്കാറുണ്ട്. അത് നല്ലതാണ് അങ്ങനെ മീൻ കറി വെക്കുമ്പോൾ. അപ്പം ഞാൻ ഇത് ഇട്ട് കൊടുക്കുവാണ്. ഇനിയും ഇതും കൂടെ കിടന്ന് ഒന്ന് തിള വരണം. തിള വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പൊ അരപ്പ് നല്ല തിള വന്നിട്ടുണ്ട്. നമുക്ക് മീൻ കഷ്ണങ്ങള് പെറുക്കിയിടാം അതിലേക്ക്. ഇത് ഞാന് സാൽമൺ ഫിഷ് ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഫിഷ് ഉപയോഗിക്കാം. നല്ല ദശക്കട്ടിയുള്ള ഫിഷാണ് ഇങ്ങനെയുള്ള കറികൾക്കൊക്കെ നല്ലത്. അപ്പം ഈ ഒരു നല്ല ഓറഞ്ച് കളറിലുള്ള കറിയാണല്ലോ നമ്മളുടെ റെസ്റ്റോറന്റിലൊക്കെ നമ്മൾ ഫിഷ് കറി ഓർഡർ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പം ഇതിലേക്ക് ഫിഷിനകത്ത് ഞാൻ കുറച്ച് ഉപ്പ് വെച്ചിട്ട് തിരുമ്മി വെച്ചായിരുന്നു. അതുപോലെ തന്നെ പുളിക്കകത്തും 1/2 സ്പൂണ് ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനിയും ഈ മീനിൽ നിന്നും ഉപ്പ് ഇറങ്ങുമല്ലോ. ഇപ്പൊ ഉപ്പ് ഉടനെ ഞാൻ ഇടുന്നില്ല. ഇനി ഇതൊന്ന് അടച്ചു വെക്കുക. ഇനിയും ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ഇത് നമ്മൾ ഒന്ന് ഉപ്പ് നോക്കാം. വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. നമ്മളുടെ ഉപ്പിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഒരു 5 മിനിറ്റ് ആയി. ഞാൻ ഉപ്പ് നോക്കിയപ്പോ ഉപ്പില്ല. അപ്പം ഒരു 1/2 സ്പൂണൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനിയും ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. ഇപ്പം തന്നെ നല്ല ടേസ്റ്റ് ആണ് ഈ മീൻകറിക്ക്. പുളിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ കിടന്ന് ഇനി ഒരു 2-3 മിനിറ്റ് കൂടെ അടച്ചു വെച്ച് ഒന്ന് വേകട്ടെ. റെസ്റ്റോറന്റ് സ്റ്റൈല് നല്ല ഓറഞ്ച് കളറുള്ള മീൻകറി നല്ല കുറുകി നല്ല റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. ഞാൻ ഉപ്പ് ടേസ്റ്റ് ചെയ്ത് ഒരു കുറച്ച് ഉപ്പിന്റെ കുറവുണ്ടായിരുന്നു, അതുകൂടി ഇട്ട് കൊടുത്തു. പിന്നെ ഇതിനകത്ത് ആദ്യം ഉലുവ പൊട്ടിച്ചതാണെങ്കിലും ഒരു കുറച്ചുകൂടെ ലാസ്റ്റ് ഒന്ന് ഇച്ചിരി ഉലുവാപ്പൊടി തൂവി കൊടുത്തിട്ട് ഇനി ഒരു കുറച്ച് വെളിച്ചെണ്ണ ഇതിനകത്ത് കടുക് വറുത്തിടേണ്ടിയവർക്ക് അങ്ങനെ ഇടാം. ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി തീ ഓഫ് ചെയ്ത് ഇതൊന്ന് ഇങ്ങനെ ചുറ്റിച്ച് വെച്ചിട്ട് ഇനി ഇതിലേക്ക് അടപ്പടയ്ക്കുന്നതിന് മുമ്പ് ഒരു 2 കതിർപ്പ് കറിവേപ്പില ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെയൊക്കെ മണം അങ്ങോട്ട് ഇറങ്ങി ഇനി ഒരു കുറച്ച് കഴിഞ്ഞ് ഈ കറി എടുക്കാവൂ. നല്ല അടിപൊളി കറിയാണ്. അപ്പോൾ
അപ്പം ഈ റെസ്റ്റോറന്റ് സ്റ്റൈൽ മീൻകറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കണം. അപ്പം എന്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്കും കമന്റും ഷെയറും തരണം. നിങ്ങളുടെ സഹകരണമാണ് എന്റെ പ്രചോദനം. അപ്പം താങ്ക് യു ഓൾ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.